പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസൈൻ ചെയ്തത് മാനസയല്ല എന്നുള്ള കാര്യം ഒടുവിൽ തെളിയിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് കൃഷിന്. മാത്രവുമല്ല, കൃഷ് ഇതേ തുടർന്ന് മാനസിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൃഷ്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് താൻ ഈ കാര്യം കുറെ നാളുകളായി പറയണമെന്ന് വിചാരിച്ചത് എന്നും പക്ഷേ തനിക്കതിന് സാധിച്ചിരുന്നില്ല എന്നും വ്യക്തമാക്കുന്ന കൃഷ് മാനസയുടെയും വീട്ടുകാരുടെയും മുൻപിൽ വെച്ച് താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ കൃഷിന്റെ വെളിപ്പെടുത്തൽ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ആന്റിയമ്മ എടുത്തുചാടി എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്ന് കൃഷിനോട് ചോദിക്കുകയും കൃഷ് വെറുതെ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റായ ഡിസിഷനാണ് ഇതെന്നും അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ആന്റിയമ്മ. പക്ഷേ തൻ്റെ തീരുമാനം ഉറച്ചതാണ് എന്നും താൻ ഈ തീരുമാനം പെട്ടെന്നെടുത്തതല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാനസയെ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും മാനസയുമായി വിവാഹം കഴിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം താൻ പണ്ടേ മനസ്സിലാക്കിയതാണ് എന്ന് അറിയിക്കുകയും കൃഷ് ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് മാനസയുടെ വീട്ടുകാരാകെ ഞെട്ടിപ്പോവുകയും കൃഷ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും സാഗറിനോട് കൃഷ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. കൃഷിൻ്റെ ഈ തീരുമാനം മൂലം ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുന്നത് ഞങ്ങളാണ് എന്നും എല്ലാവരെയും ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഫേസ് ചെയ്യുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് മാനസ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് കൃഷിനോട് ചോദിക്കുന്നു. കൃഷ് നമ്മൾ തമ്മിൽ ഒരുപാട് നാളായില്ലേ കാണുന്നത് എന്നും നിന്നെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണ് എങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ താൻ തയ്യാറാണ്. പക്ഷേ നീ ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കരുത്. നിന്നെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് നിന്നെ എനിക്കിപ്പോൾ വിശ്വാസമില്ലാതെ ആയിരിക്കുകയാണ്. നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വാർത്ഥതയോടുകൂടിയാണ്. കൺമണിയെ ചതിച്ചത് നീ തന്നെയല്ലേ? എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ സ്വന്തം ലാഭത്തിന് വേണ്ടി എല്ലാവരെയും നീ ചതിക്കുകയാണ് എങ്കിൽ നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക എന്ന കൃഷ് ചോദിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് മാനസയുടെ പ്രതീക്ഷകൾക്ക്. ഇതോടെ മാനസ കൺമണിയുടെ കാര്യം എന്തിനാണ് എടുത്തിടുന്നത് എന്ന് ചോദിക്കുകയും കൺമണി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്നും അവൾ വെറുമൊരു ജോലിക്കാരിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാനസ. പക്ഷേ അങ്ങനെ പറയുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് നിന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയാണ് അവളെന്നും അവൾക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് മാനസ. ഇതോടെ ഇനി തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് താൻ അച്ഛനോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ഇനിയും ഈ വിവാഹത്തിൻ്റെ കാര്യവുമായി മുന്നിലേക്ക് പോകാൻ താനില്ല എന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോകുന്നു. ഇതോടെ മാനസ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. കൃഷിന്റെ ഈ മാറ്റത്തിന് കാരണം മറ്റാരുമല്ല ആ കൺമണി തന്നെയാണ് എന്ന് മാനസ കുറ്റപ്പെടുത്തുകയും ആന്റിയെ ചെന്ന് കണ്ട് ആന്റി കൃഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൃഷിയില്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മാനസ
കൺമണിയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുകയും ചെയ്യുന്നു. അവളെ എന്നേക്കുമായി ഒഴിവാക്കുക തന്നെ വേണമെന്നും പറഞ്ഞതിനെ തുടർന്ന് ആൻറ്റി എടുത്തുചാടി ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവൾക്ക്. നമ്മൾ കാര്യം മനസ്സിലാക്കി വേണം എടുത്തു ചാടാനെന്നും ഒന്നും അറിയാതെ എടുത്തു ചാടുകയാണ് എങ്കിൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നല്ലൊരു സമയത്തിനായി കാത്തിരിക്കാൻ പറയുന്ന ആൻറ്റി കൺമണിയെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് കൺമണി കൃഷിൻ്റെയും മാനസയുടെയും വിവാഹം തകർന്നു എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരുടെ വിവാഹം പൊളിഞ്ഞത് എന്ന് അന്വേഷിക്കുന്നതിനായി തയ്യാറായതിനെ തുടർന്ന് ക്രിഷ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്ന് കൺമണിക്ക് മനസ്സിലാകുന്നു. ഇതോടെ കൃഷിനോട് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൺമണി പോവുകയാണ്. ഇതേ തുടർന്നാണ് കൃഷും കൺമണിയും വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇതോടെ കൃഷിനോട് മാനസികമായുള്ള വിവാഹം എന്തിനാണ് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് തൻ്റെതായ ഡിസിഷൻ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ താൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അവൾ നിന്നെ ചതിച്ച വിവരമെല്ലാം താൻ അറിഞ്ഞു എന്നും അങ്ങനെ ഒരു ചതിക്കുന്ന ആളുമായി വിവാഹബന്ധം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഉത്തരമില്ലാതെ നിന്നു പോവുകയാണ് അവിടെ കൺമണി. മാത്രവുമല്ല തൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് എന്ന് ക്രിഷ് കൺമണിയോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.